മുരിങ്ങ ഇല ഉപയോഗിച്ച് നരച്ച മുടി വേരോടെ എങ്ങനെ കറുപ്പിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിച്ച് മുടി കറുപ്പിക്കുക മാത്രമല്ല, അകാല നര തടയാനും അതോടൊപ്പം തന്നെ മുടി വളർച്ചയെയും സഹായിക്കുന്നുണ്ട്. പോഷക ഗുണങ്ങൾ കൊണ്ട് പേര് കേട്ടതാണ് മുരിങ്ങയില. വിറ്റാമിൻ, ധാതുക്കൾ, അമിനോ ആസിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിങ്ങനെ നിരവധി പോഷകങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ആരോഗ്യത്തിന് മാത്രമല്ല, തലമുടിക്കും മുരിങ്ങയില ഏറെ ഗുണപ്രദമാണ്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ B6, ബയോട്ടിൻ എന്നിങ്ങനെ തലമുടി ഫോളിക്കിളുകളെ പോഷിപ്പിക്കാൻ തക്ക പോഷകങ്ങൾ ഈ ഒരു മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. തലയോട്ടിയുടെ ആരോഗ്യത്തിന് ഗുണകരമായ കോറോജനിക് ആസിഡ്, ബീറ്റാ കരോട്ടിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്നു. കെരാട്ടിൻ തലമുടിക്ക് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന അമിനോ ആസിഡുകൾ മുരിങ്ങയുടെ ഇലയിലുണ്ട്. സിങ്ക്, മഗ്നീഷ്യം, ഇരുമ്പ്, കാൽഷ്യം എന്നിങ്ങനെയുള്ള ധാതുക്കളാൽ സമ്പന്നമാണ് മുരിങ്ങയില. ഹോർമോൺ വ്യതിയാനങ്ങളെ സ്വാധീനിച്ചും പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചും തലമുടിയുടെ ഫോളിക്കിളുകളെ ഇത് ആരോഗ്യപൂർണ്ണമായി നിലനിർത്തുന്നു. അകാലനര ബാധിച്ച തലമുടിക്ക് മുരിങ്ങയില ഉപയോഗിച്ച് ഹെർബൽ ഡൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. അതായത് മുരിങ്ങയിലയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് വേണം ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മുരിങ്ങയിലയുടെ കൂടെ വേണ്ടത് കുറച്ച് ഉലുവായാണ്. അതുപോലെ തന്നെ തേയിലപ്പൊടി, ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, നെല്ലിക്കാപ്പൊടി, മൈലാഞ്ചിപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാം അളവ് നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിനായിട്ട് എടുക്കുക. അതായത് കുറച്ച് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ദോഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അളവെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതായത് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളോളം എടുക്കണം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും മുരിങ്ങയിലയും തേയിലപ്പൊടിയും ചേർത്ത് വേണം തിളപ്പിക്കാനായിട്ട്. തിളച്ച ഉടനെ ഒരു സ്റ്റൗ ഓഫ് ചെയ്യരുത്. നന്നായിട്ട് തിളച്ച് ഒരു 3-4 മിനിറ്റ് അങ്ങനെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ. അപ്പോഴത്തേക്കാണ് ആ തേയിലയുടെയും ഉലുവയുടെയും അതേപോലെ മുരിങ്ങയിലയുടെയൊക്കെ സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പാനിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം ഈ തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് 4 ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തി പൂവും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും ചേർത്ത് മിക്സിയിൽ അല്ലെങ്കിൽ എങ്ങനെയായാലും നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളം പോലെ ആവുകയാണെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവോ ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ചേർത്ത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത ആ ഒരു കാര്യം നമ്മളത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക. നമുക്കറിയാം ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കാൻ പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരു ദിവസമൊക്കെ വച്ചതിന് ശേഷമാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റും കൂടി ആ ഒരു ഹെയർ പാക്കിനകത്ത് അടങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഹെയർ ഡൈക്കകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് മുടി വളർച്ചയെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ അത് സഹായിക്കും. ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചീനിച്ചട്ടിയിലേക്കോ പാത്രത്തിനകത്തേക്കോ കുറച്ച് നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ചേർക്കണം. ആ നെല്ലിക്കാപ്പൊടി ഒരു 1-1.5 സ്പൂണ്, മൈലാഞ്ചിപ്പൊടിയും അതേ അളവിൽ തന്നെ, ഒരേ അളവിൽ നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഒരേ അളവിലെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കണം. നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ അതായത് കുറുകിയാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ഇതിനകത്തേക്ക് പിന്നെ പച്ചവെള്ളമൊന്നും ചേർക്കരുത്. അഥവാ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം വേണം ഈ ഒരു ഹെയർ ഡൈക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കത് നമ്മുടെ മുടിയിൽ പുരട്ടാവുന്ന ആ ഒരു രീതിയിൽ മിക്കവാറും നമുക്കത് കിട്ടും. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇങ്ങനെ തയ്യാറാക്കിയ ഈ ഒരു ഡൈ നമ്മൾ ഒരു ദിവസം അടച്ചു വെക്കണം. അത് പിന്നെ നമ്മളത് തുറന്നൊന്നും നോക്കണ്ട. നമ്മുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അത് അടച്ചങ്ങനെ വെച്ചേക്കുക. പിറ്റേ ദിവസം നമ്മൾ ഇതേ സമയത്ത് 24 അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കാനായിട്ട്.
എണ്ണമയം തീരെ ഇല്ലാത്ത മുടിയാണ് ഈ ഒരു ഹെയർ ഡൈ പെട്ടെന്ന് പിടിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നന്നായിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് മുടിയൊന്ന് വാഷ് ചെയ്ത് കളയുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ എണ്ണമയമെല്ലാം പോയി കിട്ടും. അങ്ങനെ ആ എണ്ണമയം ഇല്ലാത്ത തലമുടിയിലേക്ക് പല ഭാഗങ്ങളായിട്ട് തിരിച്ച് എല്ലായിടത്തും തന്നെ ഈ ഒരു ഹെയർ ഡൈ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കൈകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടോ ഒക്കെ നല്ല രീതിയിൽ നമ്മളിത് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് ഇത് വെച്ചാൽ മതി കേട്ടോ. മണിക്കൂറുകളൊന്നും നമ്മളിത് തലയിൽ വെക്കാനായിട്ട് നിൽക്കണ്ട. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകി കളയുക. അപ്പോൾ നമ്മൾ തലേ ദിവസം ഷാമ്പൂ ഇട്ട് തലയും മുടിയൊക്കെ വൃത്തിയാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ മുടി നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞൊക്കെ എടുത്താൽ മതിയാകും. നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. പകരം നിങ്ങൾക്ക് ഇനി ഇത് ഒട്ടും പറ്റുന്നില്ല, ഇതെന്തെങ്കിലും കഴുകി കളഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ തേയിലയുടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചോ അല്ലെങ്കിൽ വളരെ നേർപ്പിച്ച താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കളയാം. അല്ലാതെ ഷാമ്പുവോ അങ്ങനെ കാഠിന്യമായിട്ടുള്ള ഒന്നും നമ്മൾ അന്നേ ദിവസം മുടിയിൽ തേക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു മുടി ഉണങ്ങി കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് കറുപ്പ് കളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു 15-20 ദിവസത്തിനകത്ത് ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുടിയിൽ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഒരു ദോഷഫലങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഹെയർ ഡൈക്കകത്ത് ഉപയോഗിച്ചിട്ടില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് തണുപ്പ് താങ്ങാൻ പറ്റാതെയായിട്ട് വരും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധാരണ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ 2-3 മണിക്കൂറൊക്കെ വെക്കാനാണ് പറയുന്നത്. ഈ ഒരു ഹെയർ ഡൈ അരമണിക്കൂർ മാത്രമാണ് വെക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അരമണിക്കൂറും വെക്കേണ്ട ആവശ്യമില്ല. 15-20 മിനിറ്റിന് ശേഷം നിങ്ങൾ കഴുകി കളയുക കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാതെ തലയോട്ടിയിൽ നിന്ന് കുറച്ച് അകലം വിട്ട് ഇങ്ങനെയുള്ള ആളുകൾ തേക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി നന്നായിട്ട് വളർച്ചയുണ്ടാകുകയും കറുപ്പ് കളർ കിട്ടുകയും അകാലനരയും എല്ലാം മാറി കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം.